സ്വാഗതം പേജ് 10 സ്റ്റോറീസിലേക്ക്. അമേരിക്കൻ ചെയ്തിക്ക് കനത്ത തിരിച്ചടി നൽകി തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ എണ്ണക്കപ്പൽ ഇറാൻ ആക്രമിച്ചു. തങ്ങളുടെ പടക്കപ്പൽ ആക്രമിച്ചു മുക്കിയതിനെ അമേരിക്ക പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞതിന് പിന്നാലെയാണ് ഇറാന്റെ കനത്ത തിരിച്ചടി. ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. പേർഷ്യൻ ഗൾഫിലും സമീപത്തുമായി 80ഓളം അമേരിക്കൻ എണ്ണക്കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അതെല്ലാം ഇറാൻ ലക്ഷ്യം വെച്ചാൽ അമേരിക്കയ്ക്ക് അത് വലിയ ആഘാതമായി മാറും. അതിനിടെ അമേരിക്കയ്ക്ക് വലിയ തലവേദന സൃഷ്ടിച്ച് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ക്രൂയിസ് മിസൈൽ പരീക്ഷണം നടത്തി. അമേരിക്ക ഇറാൻ കപ്പൽ മുക്കിയതിന് പിന്നാലെ നടത്തിയ പരീക്ഷണത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആണവ പോർമുന വഹിക്കാൻ കഴിയുന്ന മിസൈലാണ് കിം ജോങ് ഉൻ പരീക്ഷിച്ചത്. ഇറാനെ ആക്രമിക്കാൻ സ്പെയിനും പങ്കുചേരുമെന്ന അമേരിക്കൻ അവകാശവാദത്തെ സ്പെയിൻ തള്ളിക്കളഞ്ഞതും അമേരിക്കയ്ക്ക് നാണക്കേടായി. അതിനിടെ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും തങ്ങൾ മിസൈൽ അയച്ചിട്ടില്ല എന്ന നിലപാടുമായി ഇറാൻ രംഗത്തെത്തിയതും ശ്രദ്ധേയമാവുകയാണ്. ഇറാൻ ആക്രമണത്തെ പേടിച്ച് ഇസ്രയേൽ അതീവ ജാഗ്രതയിലാണ്. അതിനിടെ പശ്ചിമേഷ്യയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെടാൻ തയ്യാറാണെന്ന് ചൈന ആവർത്തിക്കുകയും ചെയ്തു. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യയിലെ പുതിയ സാഹചര്യം നിരീക്ഷിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ഈ വീഡിയോ തയ്യാറാക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയ്ക്ക് കൈവിട്ട കളിക്ക് കനത്ത തിരിച്ചടിയുമായി ഇറാൻ രംഗത്ത് വന്നത് തന്നെയാണ് ആദ്യം പരിശോധിക്കുന്നത്. അതീവ ഗുരുതര ഘട്ടത്തിലാണ് ഇറാൻ അമേരിക്ക ഇസ്രയേൽ സംഘർഷം നീങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ശ്രീലങ്കൻ തീരത്ത് വെച്ച് തങ്ങളുടെ ഐറിസ് ഡേന എന്ന പടക്കപ്പൽ അമേരിക്ക മുക്കിയതിന് തിരിച്ചടിയായി പേർഷ്യൻ ഗൾഫിൽ വെച്ച് അമേരിക്കൻ എണ്ണക്കപ്പൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമിച്ചു. എൻ്റെ വാക്കുകൾ കുറിച്ചു വെച്ചോളൂ, നിങ്ങൾ ഈ കാണിച്ചതിന് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് അബ്ബാസ് അരാഗ്ചി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കൻ എണ്ണക്കപ്പൽ ആക്രമിച്ചു എന്നുള്ള കാര്യം ഇറാൻ പുറത്തുവിട്ടത്. ഇന്ത്യൻ നാവികസേനയുടെ അതിഥിയായി എത്തിയ കപ്പലിനെയാണ് അമേരിക്ക ചതിച്ചു വീഴ്ത്തിയതെന്ന് അബ്ബാസ് അരാഗ്ചി ആരോപിച്ചു. അന്തർവാഹിനി ഉപയോഗിച്ച് ഇറാൻ കപ്പലിനെ തകർത്തതിനെ കടലിലെ ക്രൂരത എന്നാണ് അബ്ബാസ് അരാഗ്ചി വിശേഷിപ്പിച്ചത്. പേർഷ്യൻ ഗൾഫിൻ്റെ വടക്കൻ ഭാഗത്ത് വെച്ച് അമേരിക്കയുമായി ബന്ധമുള്ള ഓയിൽ ടാങ്കറിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയെന്നും കപ്പൽ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് ഇറാൻ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ അമേരിക്ക ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെ പ്രതികരിച്ചിട്ടില്ല, ഇതിനെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഹോർമൂസ് കടലിടുക്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം പിടിച്ച ഇറാൻ തങ്ങളുടെ പടക്കപ്പൽ തകർത്തതിന് പ്രതികാരമായി അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകൾക്ക് കനത്ത നാശം വിതയ്ക്കുമെന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. അമേരിക്കൻ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ളതോ അമേരിക്കയുമായി ബന്ധമുള്ളതോ ഇസ്രയേലുമായി ബന്ധമുള്ളതോ ആയ നിരവധി കപ്പലുകൾ ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. ഇവയെല്ലാം ഹോർമൂസ് കടലിടുക്ക് കടക്കാനാകാതെ പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇറാന്റെ ഭീഷണിയെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കപ്പൽ ഗതാഗതം 70% മുതൽ 95% വരെ കുറഞ്ഞിട്ടുണ്ട്. പ്രതിദിനം 50ഓളം കപ്പലുകൾ കടന്നുപോയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മിക്കവാറും 0 ആ നിരക്ക് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന അമേരിക്കൻ ബന്ധമുള്ള കപ്പലുകളെ ഇറാൻ ആക്രമിക്കാൻ തന്നെയാണ് സാധ്യത. ഇറാന്റെ പക്കലുള്ള 100 കണക്കിന് ഡ്രോണുകളും ഡ്രോൺ ബോട്ടുകളും ഉപയോഗിച്ച് അല്ലെങ്കിൽ മിസൈലുകളും ഉപയോഗിച്ച് ചലിക്കുന്ന കപ്പലുകളെ പോലും എളുപ്പത്തിൽ ആക്രമിക്കാൻ ഇറാന് സാധിക്കും. അമേരിക്കൻ പടക്കപ്പലുകൾ ഈ മേഖലയിൽ കാവൽ നിൽക്കുന്നുണ്ട് എങ്കിലും വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായാൽ എല്ലാ എണ്ണക്കപ്പലുകളെയും സംരക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് വെല്ലുവിളിയായി മാറും. ഈ സാഹചര്യത്തിൽ ഇറാൻ കപ്പൽ ആക്രമിച്ച അമേരിക്കൻ ചെയ്തി അവർക്ക് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ യുദ്ധ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഇതിന് അമേരിക്കൻ സാമ്പത്തിക മേഖലയ്ക്ക് കനത്ത വില നൽകേണ്ടി വരും എന്നുള്ള കാര്യവും തീർച്ചയാവുകയാണ്. അന്താരാഷ്ട്ര രാഷ്ട്രീയ വിദഗ്ധരും പ്രതിരോധ നിരീക്ഷകരും അതീവ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ നോക്കിക്കാണുന്നത്. ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു പടക്കപ്പൽ ടോർപിഡോ ഉപയോഗിച്ച് മുക്കുന്നത് ഇതാദ്യമായാണ്. ഇത് കേവലം പ്രാദേശിക സംഘർഷം എന്നതിനപ്പുറം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ മിലൻ 2026 അഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന ഇറാനിയൻ കപ്പലിനെയാണ് അമേരിക്ക ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ് എന്നാണ് എല്ലാവരും ഉറപ്പിച്ചു പറയുന്നത്. അമേരിക്കയുടെ ഈ നീക്കം ഗൾഫ് മേഖലയിൽ വലിയ പ്രതിഷേധങ്ങൾക്കും കൂടുതൽ അമേരിക്കൻ വിരുദ്ധ വികാരത്തിനും കാരണമായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ US സൈനിക താവളങ്ങളെ കൂടുതൽ അപകടത്തിലാക്കുന്ന നീക്കമാണ് അമേരിക്ക നടത്തിയത് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതായത് ഇറാന്റെ പടക്കപ്പൽ മുക്കിയത് ഒരു വലിയ വിജയമായി അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അതങ്ങനെയാണ് അവർ കാണുന്നത് എങ്കിലും അതിൻ്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ അമേരിക്കയ്ക്ക് അത്ര സുഖകരമാകില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതിനിടയ്ക്കാണ് അമേരിക്കയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയുള്ള ഉത്തര കൊറിയയുടെ വീണ്ടുമുള്ള രംഗപ്രവേശനം.
കഴിഞ്ഞ ദിവസം ഇറാന് കിം ജോങ് ഉൻ മിസൈലുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. മാത്രമല്ല ഇറാൻ ആവശ്യപ്പെട്ടാൽ ഇസ്രയേലിനെ തകർത്ത് തരാമെന്നും അതിന് തനിക്കൊരു മിസൈൽ മാത്രം മതിയെന്നുമാണ് കിം ജോങ് ഉൻ പറഞ്ഞത്. അതിന് പിന്നാലെയാണ് പുതിയ നേവി ഡിസ്ട്രോയറിൽ നിന്നുള്ള സ്ട്രാറ്റജിക് ക്രൂയിസ് മിസൈൽ കിമ്മും സംഘവും പരീക്ഷിച്ചത്. ഇറാൻ പടക്കപ്പൽ അമേരിക്ക മുഖ്യത്തിന് പിന്നാലെയാണ് കിമ്മിൻ്റെ ഈ പരീക്ഷണം എന്നതും വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ചോയ് ഹോൺ എന്ന ഡിസ്ട്രോയറിൽ നിന്നുള്ള അത്യാധുനിക ഡിസ്ട്രോയറാണ്. ഈ ഡിസ്ട്രോയറിൽ നിന്നുള്ള കടൽ ഉപരിതല മിസൈൽ വിക്ഷേപണത്തിന് കിം മേൽനോട്ടം വഹിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ സമുദ്ര പ്രതിരോധത്തിൻ്റെ പുതിയ അടയാളം എന്നാണ് കിം ജോങ് ഉൻ ഇതിനെ വിശേഷിപ്പിച്ചത്. സ്ട്രാറ്റജിക് എന്ന ആയുധം അല്ലെങ്കിൽ ആ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള ആയുധം എന്ന പരാമർശത്തിലൂടെ അവയ്ക്ക് ആണവശേഷി ഉണ്ടാകാം എന്നാണ് ഉത്തര കൊറിയ സൂചിപ്പിക്കുന്നത്. സ്ട്രാറ്റജിക് ക്രൂയിസ് മിസൈൽ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിലെ സ്ട്രാറ്റജിക് എന്ന് പറയുന്നത് ആണവ പോർമുന വഹിക്കാൻ കഴിവുള്ള ക്രൂയിസ് മിസൈൽ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും ഇത്തരത്തിലുള്ള 2 പടക്കപ്പലുകൾ വീതം, അതായത് ഈ ക്രൂയിസ് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന 2 പടക്കപ്പലുകൾ വീതം നിർമ്മിക്കാനാണ് ഉത്തര കൊറിയയുടെ പദ്ധതിയെന്നും കിം അറിയിക്കുന്നു. നിലവിൽ ഇതേ വിഭാഗത്തിൽപ്പെട്ട 3ാമത്തെ കപ്പലിൻ്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ് എന്നും കിം വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇസ്രയേലും ഇറാനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഉത്തര കൊറിയ സൈനിക നീക്കം നടത്തുന്നത് അമേരിക്കയ്ക്ക് വലിയ തലവേദനയാണ്. ഒരേ സമയം 2 മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് അമേരിക്കയുടെ സൈനിക ശക്തിക്ക് ബാധ്യതയായി മാറുന്നത്. അതായത് പസഫിക് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇറാനും ഉത്തര കൊറിയയും ദീർഘകാലമായി സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുന്ന രാജ്യങ്ങളാണ്, ഊഷ്മളമായ ബന്ധമുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെതിരെ ഭീഷണി മുഴക്കിയ ശേഷം ഉത്തര കൊറിയ നടത്തുന്ന മിസൈൽ പരീക്ഷണം ഇറാന് നൽകുന്ന ഒരു പരോക്ഷ പിന്തുണയായും അമേരിക്കയെ ഭയപ്പെടുത്താനുള്ള തന്ത്രമായിട്ടും തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്ക ഇറാനുമേൽ ആക്രമണം നടത്തുമ്പോൾ ഉത്തര കൊറിയ പസഫിക് മേഖലയിൽ പ്രകോപനം സൃഷ്ടിച്ച് അമേരിക്കയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് ഈ യുദ്ധവിദഗ്ധരും ഈ സൈനിക വിദഗ്ധരുമൊക്കെ വിലയിരുത്തുന്നത്. ഇതിനിടയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും അമേരിക്കയ്ക്കെതിരായ വികാരം ശക്തമാവുകയാണ് എന്നാണ് റിപ്പോർട്ട്. അല്ലെങ്കിൽ തന്നെ ട്രംപുമായി ഉടക്കി നിൽക്കുന്ന സ്പെയിൻ കൂടുതൽ ശക്തമായ നിലപാടുമായി ഇന്ന് രംഗത്ത് വന്നു എന്നതും ശ്രദ്ധേയമായ നീക്കമാണ്. ഫ്രാൻസും ട്രംപിൻ്റെ ഇറാൻ ആക്രമണത്തിൽ കടുത്ത വിയോജിപ്പിലാണ്. പല രാജ്യങ്ങൾക്കും വിയോജിപ്പുണ്ട്, പക്ഷേ ട്രംപിൻ്റെ താരിഫിനെ പേടിച്ച്, ട്രംപിൻ്റെ ഭീഷണിയെ പേടിച്ച് അത് തുറന്നു പറയാത്തതാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്തായാലും സ്പെയിൻ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ് ഇതിനെയൊന്നും കണക്കിലെടുക്കുന്നില്ല. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കയുമായി സഹകരിക്കുമെന്ന് വൈറ്റ് ഹൗസ് സ്പെയിൻ സഹകരിക്കുമെന്ന് വൈറ്റ് ഹൗസ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. കൂടാതെ ഇറാന് നേരെയുള്ള സൈനിക നീക്കങ്ങളിൽ സ്പെയിൻ പങ്കുചേരുമെന്നും വൈറ്റ് ഹൗസ് പറഞ്ഞിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണ്, അങ്ങനെ ഒരു നിലപാട് സ്പെയിനില്ല എന്ന് പെട്രോ സാഞ്ചസ് വ്യക്തമാക്കി. സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും ഭീഷണികൾക്ക് മുന്നിൽ വഴങ്ങില്ല എന്നും സ്പാനിഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. 2003 ഇറാഖിനെതിരെ അമേരിക്ക നടത്തിയ യുദ്ധം ഒരു വലിയ തെറ്റായിരുന്നുവെന്നും സമാനമായ മറ്റൊരു ദുരന്തം ഇറാനിൽ ആവർത്തിക്കാൻ തങ്ങൾ കൂട്ടുനിൽക്കില്ല എന്നും സ്പെയിൻ അറിയിക്കുന്നു. മതിയായ തെളിവുകളില്ലാതെ ഒരു പരമാധികാര രാജ്യത്തെ ആക്രമിക്കുന്നത് ലോകസമാധാനത്തിന് ഭീഷണിയാണ് എന്നും സാഞ്ചസ് ഉറച്ച ശബ്ദത്തിൽ ട്രംപിന് മുന്നറിയിപ്പ് നൽകുന്നു. സ്പെയിനിൻ്റെ ഈ നിലപാടിന് മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളുടെയും പിന്തുണയുണ്ട്. ഇറാനുമായുള്ള ഒരു യുദ്ധം യൂറോപ്പിൻ്റെ സുരക്ഷയെയും സാമ്പത്തികാവസ്ഥയും തകർക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഭയപ്പെടുന്നു. എന്തായാലും സ്പെയിനിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഈ സ്പെയിൻ എല്ലാ കാര്യത്തിലും അമേരിക്കയെ ധിക്കരിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായിട്ടും നാണക്കേടായിട്ടും മാറുകയാണ്. ഇറാൻ ആക്രമണം പേടിച്ച് ഇസ്രയേലിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് തുടരുകയാണ്. എല്ലാ ജനങ്ങളും മിക്കവാറും ബങ്കറിലാണ്. ടെലവീവിലും ഹൈഫയിലും കൂടുതൽ ആക്രമണം നടത്തുമെന്നാണ് ഇറാൻ്റെ മുന്നറിയിപ്പുള്ളത്. ഇസ്രയേൽ വിറയ്ക്കുന്ന സംഭവങ്ങൾ അടുത്ത മണിക്കൂറിൽ ഉണ്ടാകുമെന്നാണ് ഇറാൻ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പൽ തകർത്തതിലും പരമോന്നത നേതാവിനെ വധിച്ചതിലും അതിശക്തമായ തിരിച്ചടികൾ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നും ഇറാൻ സേന വ്യക്തമാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടുന്നത് തുടരുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇറാൻ ആവർത്തിക്കുകയുമാണ്. തുർക്കിയിലും അസർബൈജാനിലും ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. അയൽ രാജ്യങ്ങളെ തങ്ങൾ ആക്രമിക്കില്ല എന്നാണ് ഇറാൻ പറയുന്നത്. ഇതോടെ സംഘർഷ സാഹചര്യം ഇസ്രയേൽ മൊസാദിനെ ഉപയോഗിച്ച് സങ്കീർണമാക്കുന്നു എന്നുള്ള ആരോപണവും ശക്തമാവുകയാണ്. ഗൾഫ് രാജ്യങ്ങളെയും ഇറാനെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ മൊസാദും അമേരിക്കൻ ചാരസംഘടനയും കളിക്കുന്നു എന്നാണ് ഇറാൻ സംശയിക്കുന്നത്. എങ്കിലും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ഇറാൻ ആവർത്തിക്കുന്നത്. അതായത് മൊസാദും അമേരിക്കൻ ചാരസംഘടനയും കളിച്ചത് കൊണ്ടൊന്നും അമേരിക്കൻ സൈനിക താവളങ്ങളെ തങ്ങൾ ലക്ഷ്യമിടുന്നത് നിർത്തില്ല എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്.
കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷങ്ങളിൽ 500-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ അലി ലാറിജാനി ഇന്ന് എക്സിലൂടെ അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ അമേരിക്ക ഇത് തള്ളിക്കളയുകയാണ്. പക്ഷേ അമേരിക്ക പറയുന്നതിനേക്കാൾ കൂടുതൽ സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചില സ്വതന്ത്ര ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും വിഷയത്തിൽ ഇടപെടാൻ സന്നദ്ധതയുമായി വീണ്ടും ചൈന രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നമ്മൾ വീക്ഷിക്കേണ്ട കാര്യമാണ്. അമേരിക്ക ഇറാൻ്റെ കപ്പലിനെ തകർത്തതിനെ രൂക്ഷമായ ഭാഷയിൽ ചൈന വിമർശിച്ചിട്ടുമുണ്ട്. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം നേരത്തെ സാധാരണ നിലയിലാക്കാൻ സഹായിച്ച ചൈന അതേ സ്വാധീനം ഇപ്പോൾ അമേരിക്കയുമായുള്ള സംഘർഷം കുറയ്ക്കാനും ഇറാനുമേൽ ഉപയോഗിക്കുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. ഇറാൻ്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവും സാമ്പത്തിക പങ്കാളിയുമാണ് ചൈന. അതിനാൽ തന്നെ ഇറാനുമേൽ ചൈനയ്ക്ക് വലിയൊരു സ്വാധീനമുണ്ട്. അമേരിക്കയുടെ ഉപരോധങ്ങൾക്കിടയിലും ഇറാനെ സഹായിക്കുന്ന രാജ്യവുമാണ് ചൈന. യുദ്ധം ഒഴിവാക്കാൻ ഇറാനെ ചൈന പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചുപൂട്ടുകയോ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയോ ചെയ്താൽ ചൈനയുടെ ഊർജ്ജ സുരക്ഷ അത് അപകടത്തിലാക്കും. ഇത് ഒഴിവാക്കാനാണ് ചൈനയുടെ പ്രധാന ശ്രമം. എന്നാൽ ചൈനയുടെ നീക്കങ്ങളെ അമേരിക്കയും ഇസ്രയേലും അതൃപ്തിയോടെയാണ് നോക്കിക്കാണുന്നത്. അതാണ് പ്രതിസന്ധി. ഗൾഫ് രാജ്യങ്ങളും ചില മധ്യസ്ഥ നീക്കങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഒന്നും ഫലവത്താകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും എത്രയും പെട്ടെന്ന് പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക് മടങ്ങട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. അടുത്ത വീഡിയോ അപ്ഡേറ്റുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.